അങ്ങനെ നമ്മളിതാ നേരെ ഗുരുവായൂരിന് സുവോളജിക്കൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണ് ഈ തൃശ്ശൂർ ജില്ലയിലെ സുവോളജിക്കൽ പാർക്ക്. അതുപോലെ തന്നെ ഞാൻ, അമ്മ, ചിറ്റ, ചെറിയച്ഛൻ, കാശി, നക്ഷത്ര ഞങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വന്ന സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു. 8:30 ആവുന്ന സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഓപ്പണിങ് 9 മണിക്കിലായിരുന്നു ആദ്യം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, 9 മണി വരെ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല മഴയാണ്. അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുത്തതെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയായതുകൊണ്ട് ക്ലിയറായിട്ട് വോയിസ് ഒന്നും അവിടെ നിന്ന് കേൾക്കുന്നില്ലായിരുന്നു ഓൺ വോയിസിൽ. അങ്ങനെ ചെറിയച്ഛനാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന ടൈം നല്ല ആംബിയൻസും മഴയൊക്കെ, വെയിൽ തീരെ ഇല്ലായിരുന്നു കേട്ടോ. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഞങ്ങളവിടെ എത്തിയ സമയത്ത് അത്ര വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ചെറിയ മഴയാണുള്ളതും. അതുകൊണ്ട് ഒരു ആശ്വാസത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ എത്തിയ ടൈമോ അവിടെ ഓപ്പണിങ് 9 മണിക്കും. എല്ലാം കൂടി എന്താ പറയുക, ഞങ്ങളവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത്ര നേരത്തെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂരിൽ നേരിട്ട് പോയിട്ട് വന്നതാണ്. അന്നേരം അവിടുന്ന് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വെറുതെ അവിടെ ലേറ്റ് ആയി ലാഗ് അടിക്കേണ്ട ഇഷ്ടം നേരെ കയറി വന്നതാണ്. നേരത്തെ ആയിപ്പോയി. 8:30-ക്കാണ് ഓപ്പണിംഗ് എന്ന് വിചാരിച്ച് വന്നതാണെങ്കിൽ 8:30 മുന്നേ ഇവിടെ എത്തി. അങ്ങനെ അവിടെ ഞങ്ങൾ വന്ന സമയത്ത് സ്റ്റാഫൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ചിരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാശി ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. പക്ഷേ ഒരു കാര്യം, എക്സ്പെക്റ്റേഷൻ എത്ര ഉണ്ടാവും എന്നറിയില്ല. ബാക്കിയാണ് കാണാൻ പോകുന്നത്. ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. നല്ല മഴ പെയ്ത് തോർന്നെടുക്കാണ്. നല്ല മഴ കുറയുക, അങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കയറുന്ന വരെ. Let's go guys, I'm very excited for that moment. So let's find out. ഇങ്ങനെതാ അവിടെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഷോപ്പൊക്കെ തുറന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഇങ്ങനെ നല്ല മഴ പെയ്യും, ഇടയ്ക്ക് മഴ കുറയും, അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ മഴ വരുന്നത് കാണുന്നുണ്ടായിരുന്നു, അങ്ങനെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ ഫുള്ള് ഗ്രീനറി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. സമയത്ത് ഞങ്ങൾ ഇനിയും വെയിറ്റിംഗ് ആണ്. 9:30-ക്ക് തുറക്കുന്നത് വരെ ഞാനിങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ തുറക്കുന്നതാണ് പറഞ്ഞത്. 9:30-ക്ക് ആറായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വെയിറ്റിംഗ് ആണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ക്ലിയർ ആവുന്നില്ല മഴ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഓൺ വോയിസിൽ ചെയ്യാനായിട്ട് വിചാരിച്ചത്.
ഫൈനലി ഗൈസ് നമ്മൾ എൻ്ററാവാൻ നോക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് സെറ്റ് ആയിക്കോട്ടെ കുറച്ചുകൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. കാരണം ഓപ്പൺ ആയിട്ടുണ്ട്. ഗൈസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മളിതാ അങ്ങനെ എൻ്ററായി നമ്മളുടെ റിസപ്ഷൻ ഏരിയയിലാണ്. സോ ഇവിടെ മാപ്പൊക്കെ ഉണ്ട്. കുഴപ്പമാണ് അത്യാവശ്യം എല്ലാം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാതെ നീ ഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന നല്ല തണുപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗൈസ് ലുക്ക് അറ്റ് ദി പ്ലേസ് ഗൈസ്. ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഞാൻ വരണമെന്ന് പറയുന്നത് കണ്ട് ഫസ്റ്റ് എൻ്റർ ചെയ്ത സമയത്ത് തന്നെ നൈസാണ്. ഇവരിവിടെ ചെടി വെച്ച് സെറ്റ് ചെയ്തത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഗൈസ് ഒരു സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുവഴിയാണ് നമുക്കിവിടെ ഇതുവഴി വെക്കാൻ പറ്റുന്ന ഇവിടെ മയിൽ തമ്മിലേ സംഗമം സംഗമം കാലമേ നമ്മളത് എൻ്റർ ആയിട്ടുണ്ട്. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ ഓരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാരി Look at this. It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം
പേടിയാണ്, പേടിയൊന്നുമില്ല, പ്രൊട്ടക്ഷൻ ഉണ്ട്, എന്നാലും പേടിയുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഉച്ചയ്ക്കാണ്, വേറെ ആൾക്കാരൊന്നുമില്ല, വേറെ ആൾക്കാരുണ്ട്, അവരൊക്കെ ഇവിടേക്ക് എത്തി. സോ നമ്മൾ നടക്കുന്നത് ഇതാണോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഗൈസ് ഇവിടെ എന്താ വെച്ചാൽ ഹോട്ട് ഡിയർ നമ്മളെ കണ്ടിട്ട് നമ്മളെ കണ്ടിട്ട് നമുക്ക് വ്ലോഗ് എടുക്കാൻ three types of deer, hog deer, spotted deer, sambar deer. നമ്മൾ ഫസ്റ്റ് കണ്ടത് സ്പോട്ടഡ് ഡിയർ ആയിരുന്നു, ഇപ്പൊ കണ്ടത് ഹോഗ് ഡിയർ ആണ്. സാമ്പാർ ഡിയർ ആയിരിക്കാം. ഇങ്ങനെ നമ്മൾ ഏറ്റവും വലിയ ഡിയറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സാമ്പാർ ഡിയർ സൗണ്ട് ആയിരുന്നു അതിൻ്റെ. അങ്ങനെ നമ്മളിതാ കുരങ്ങനെ കാണാൻ തോന്നുന്നു. കണ്ടു ഗൈസ്. എന്തോ സൗണ്ട് ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം ആക്ച്വലി അവർ പറഞ്ഞെന്താ വെച്ചാൽ അറിയാമോ It's a new world out there, go make it. Doesn't it matter? Reach out for the stars in the sky. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹമോരോ വർണ്ണം ആരാരും പാടുവതാരാരാധരാഗം അറിയാമോ പിറാക്കളെ നമ്മൾ കാണാൻ പോകുന്നത് എമുനെയും അതുമാണ് കാണാൻ പോകുന്നത്. നമ്മളവിടെ കാട്ടുപോത്തിന് കണ്ടു, വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കണ്ട് ക്യാമറയിൽ എത്രത്തോളം നമ്മളങ്ങനെ ബസ്സിൽ കയറി. സോ ഗൈസ് ഞാൻ എക്സൈറ്റഡ് ആണ്. സംഗമം സംഗമം എല്ലാ സമയവും
അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് വരും എന്നാണ് പറയുന്നത്. മലർച്ചെണ്ടിൽ ഓരോ മൊട്ടും ഓരോ സ്വപ്നം അവ